ഹലോ, നമ്മളിതിപ്പം ഭൂതത്താൻകിറ്റ് ഡാം കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് എത്തി. നമ്മൾ ഫുഡ് വെച്ചതിന് ശേഷം ഇവിടേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ ആദ്യം പുറമേക്ക് ഒന്ന് റൗണ്ട് ചെയ്തു, കുറച്ച് കുരങ്ങന്മാരെ കണ്ടു. അങ്ങനെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അമ്പലം കാണാൻ വേണ്ടി. പക്ഷെ ഉള്ളിലൊന്നും കയറിയിട്ടൊന്നുമില്ല. ഞാൻ നമ്മൾ നേരെ ഇത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. നേരെ നമ്മൾ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ തട്ടേക്കാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരിക, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നടന്ന സംഭവമാട്ടോ അത്. നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ ബോട്ടിൽ പോയിട്ട് ബോട്ട് മറിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരെ തട്ടേക്കാട് നിൽക്കുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരിക. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന പട കണ്ട കുറച്ച് മീനുകളായിരുന്നു. അങ്ങനെ കുറച്ച് മീനുകൾ അക്വേറിയത്തിൽ, എല്ലാ അക്വേറിയത്തിലും മീനുകളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മളതൊന്നും കാര്യമായിട്ട് നോക്കിയിട്ടില്ല. മീനുകളൊക്കത്തിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഇതൊക്കെ നമ്മളെപ്പോഴും കാണുന്ന സംഭവങ്ങളാണ്. അങ്ങനെ പിന്നെ ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞിക്കുളം. അപ്പം അതിൽ കുറേ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ, വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാൻ രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറേ ആമകളൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ മോന് ഇഷ്ടം തോന്നി. ഒരു ആമേൻ്റെ മുകളിൽ കയറി അവനിരുന്നു. 1-2 ഫോട്ടോസൊക്കെ നമ്മളെടുത്തു. ആൾക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ആമേനെ കണ്ടപ്പോൾ. അങ്ങനെ നമ്മളവിടുന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ പിന്നെ ഇത് റൗണ്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഇതിൻ്റെ തന്നെ അപ്പുറത്തെ ഏരിയയിലേക്ക് ആമകൾ, കുഞ്ഞു കുഞ്ഞു ആമകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓന്തും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓന്തിനെ കണ്ടപ്പം അവന് അതിൻ്റെ മുകളിലും കയറണം. പിന്നെ ആമനെ കണ്ടപ്പോൾ ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആൾ നമ്മുടെ നാട്ടിലുള്ളതിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതിനെ കൊണ്ട് അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെയും കാണുന്നത് നമ്മൾ മീനുകളെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കിളികളെ ഏരിയയിലേക്ക് എത്തി. കിളികൾ എന്ന് പറയുമ്പം കുറേ കിളികളൊന്നുമില്ല, ഒരു 1-2 എണ്ണം. ഒന്ന് മയിലായിരുന്നു. ഓക്കെ, നമ്മൾ മയിലിനെ നമുക്ക് എപ്പോൾ എവിടുന്ന് കണ്ടിട്ട് നമ്മളതൊരു എന്താ പറയുക, ഒരു അത്ഭുതത്തോടെ കൂടെ നോക്കുന്നൊരു പക്ഷിയാണല്ലോ. അങ്ങനെ മയിലിനെ കണ്ടു. മയിൽ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. നമ്മൾ പോകുന്നതിന് ശേഷമാണ് മയിൽ സൗണ്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ മയിലിനെ കണ്ടു. പിന്നെ നമ്മൾ നേരെ കണ്ടത് ഒരു മൂങ്ങേനെയാണ്. അപ്പോൾ ഇത് കമ്പി കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ മുളേൻ്റെ എന്തൊക്കെ സംഭവം വെച്ചെന്നൊക്കെ മൂങ്ങേനും. പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ട കുറച്ച് പാമ്പുകൾ ഒരു 5-6 ടൈപ്പ് പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ടു. പിന്നെ നേരെ നമ്മൾ പോകുന്നത് ഒരു കുഞ്ഞു പാർക്കിലേക്കാണ്. പാർക്കിലേക്ക് ചെന്നപ്പോൾ ആദ്യം നമ്മളെ കണ്ണിൽ മുന്നിൽ പെട്ടത് ഏർമാടാണ്. അപ്പോൾ ഹസ്ബൻഡ് നേരെ ഓടിക്കയറി എൻ്റെ മുകളിലേക്ക്. പിന്നെ ഉള്ള വേറെ ഞാനും മോനുമാണ്. മോനും കുഴപ്പമില്ലാണ്ട് കയറി. എനിക്ക് പിന്നെ കുറച്ച് പേടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പേടിയോടുകൂടെയൊക്കെയാണ് കയറിപ്പോകുന്നത്. അങ്ങനെ മുകളിൽ കയറി നോക്കിയപ്പോൾ താഴെ മാഷിരുന്ന് കാര്യമായിട്ടിരുന്നു ഊഞ്ഞാലാടുന്നു. പിന്നെ മക്കൾക്ക് ഒരു താറാവ് ഉണ്ടായിരുന്നു. അവരതിൻ്റെ മുകളിൽ കയറി അങ്ങനെ റൗണ്ട് ചെയ്തു. അതിലൊരാൾ ഇറങ്ങിയപ്പം പിന്നെ നോക്കുമ്പോൾ മാഷ് കയറിയിരിക്കുന്ന. അങ്ങനെ നമ്മൾ അതും കണ്ടു. പിന്നെ ഉള്ളത് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ആ വെള്ളക്കെട്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡും മോനും വേഗം മേളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു കേട്ടോ. എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയത് നല്ല കോമഡി ആയിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ബോട്ട് സർവീസിൻ്റെ അവിടേക്ക് പോയി. നമ്മൾ അവിടെ ഒന്നും അധികം നേരം ഇരുന്നിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ കുറേ ടീമായിട്ടാണ് പോയത്. അപ്പോൾ പോയതിൽ ടീം 2ആയിട്ട് സ്പ്ലിറ്റായി. അപ്പോൾ ഒരു ടീം മുന്നിൽ പോയി, ബാക്കി രണ്ടാമത്തെ ടീം നമ്മൾ കുറച്ച് ബാക്കിലേക്കുമായി. അത് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യൂ കേട്ടോ. നമ്മളീ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡായിട്ട് നമ്മൾ ഔഷധ സസ്യങ്ങളുടെ ഒരു എന്താ പറയുക കേന്ദ്രമായിരുന്നു. അപ്പം അവിടെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ നേരെ പോകുന്നത് പൂമ്പാറ്റകളുടെ ഒരു ഏരിയയിലേക്കായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊരു മുള്ളമ്പന്നി ഉണ്ടായിരുന്നു കേട്ടോ. കമ്പി കൊണ്ട് ഉണ്ടാക്കിയൊരു മുള്ളമ്പന്നി. അങ്ങനെ അതും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുരുവിയുടെ കൂടും ഉണ്ടായിരുന്നു. അപ്പോൾ കുരുവിയുടെ കൂടത്തിൽ നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നമ്മൾ മുളേനെ കൊണ്ട് ഉണ്ടാക്കിയത് നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പൂമ്പാറ്റേൻ്റെ ഇവിടേക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ മുന്നിൽ പോയ ബാച്ച് പറഞ്ഞു പൂമ്പാറ്റ നമ്മളെ മെയിലൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ മുന്നിലോടി. പക്ഷെ നമ്മൾ കുറേ പൂമ്പാറ്റ ഉണ്ട്, പക്ഷെ മെയിലൊന്നും വന്നിരുന്നിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് സലീമലി പക്ഷി നിരീക്ഷണ പാതയായിരുന്നു. അപ്പോൾ ഇതെന്താ വെച്ചാൽ കാടിനുള്ളിൽ കൂടെ ഒരു ട്രക്കിങ് എന്നുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി നടക്കുമ്പം അവർ ഇറങ്ങിയപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവർ പറഞ്ഞു 2 ദിവസം മുന്നേ പോകുന്ന വഴിക്ക് പാമ്പിനെ കണ്ടിരുന്നു, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആരും നമ്മളെ കൂടെ വന്നിട്ടൊന്നുമില്ല, നമ്മൾ തന്നെ പോയിക്കായിരുന്നു കേട്ടോ. അങ്ങനെ പന്നി ഇറങ്ങുന്ന ഏരിയയാണ്. അവിടെ മൊത്തം കമ്പി കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാമ്പിനെ കണ്ട പേടിയിൽ ഞങ്ങൾ കമ്പും മടിയൊക്കെ ആയിട്ട് നമ്മൾ പോയത്. ഇവിടെ പാമ്പിനെ പോയിട്ട് ഒരു ഉറുമ്പിനെ പോലും തല്ലിയ ചാവുന്ന കമ്പല്ല കയ്യിലുള്ളത്.
അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നടന്ന് നമ്മൾ പോണ വഴിക്ക് കിളികളെ നമ്മൾ ഫസ്റ്റ് കണ്ടില്ല, അതിനെ കുറേ കാടിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പം മലയണ്ണാനെ കണ്ടു. ഒരു 5-6 അതിനെ കണ്ടു. പിന്നെ കുറച്ച് പ്രാവിനെയും കണ്ടു. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെ കിളികളെയും കണ്ടു. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ബോർഡുണ്ട്, അവിടെ ആനയുണ്ട്, ഏരിയ വരുന്ന സ്ഥലമാണ്, ആ ഭാഗത്തേക്ക് പോകരുത്, അങ്ങനെ ഓരോ ബോർഡുകൾ ഉണ്ടായിരുന്നു. ആ ഏരിയയിലേക്ക് പോകരുത്, ഈ ഏരിയയിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന വഴിക്കാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ ഈ ഏരിയ നമ്മൾ ബോട്ടിൽ നമ്മൾ പോയ സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാടിൻ്റെ പോർഷനാണ് കേട്ടോ ഇവിടെ. അപ്പം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളോട് അങ്ങോട്ടേക്ക് പോകണമെന്ന്, തട്ടേക്കാട് വേണമെങ്കിൽ ഏരിയ പോകാമെന്ന് അവർ പറഞ്ഞിരുന്നു. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവർ നമ്മൾ ഈ ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. കുറച്ച് പേരായിട്ട് നമ്മൾ പോയത് ഫസ്റ്റ്, പിന്നെയുള്ള ആൾക്കാർ ബാക്കിലുണ്ട്. അങ്ങനെ ഇതും മലയണ്ണാനിൽ തന്നെ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.